ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ബോണ്ട്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഓക്കെ, ബോണ്ടുകളും അതിൻ്റെ ടൈപ്പുകളും. ഓക്കെ, ബോണ്ട്സ് അല്ലേ, നേരത്തെ കഴിഞ്ഞ ഇൻട്രഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടായി. ബോണ്ട് എന്ന് പറയും, ഡിബഞ്ചർ എന്ന് പറയും അല്ലേ. ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് വിളിക്കേണ്ട, അങ്ങനെയാണ് അതിനെ നെയിം ചെയ്യുന്നത് അല്ലേ. ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ലഭിക്കുന്ന സെക്യൂരിറ്റീസിന് എക്സാമ്പിളാണ് ബോണ്ട്സും ഡിബഞ്ചറും ഒക്കെ അല്ലേ. അപ്പോൾ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറയണ്ടായി. ബോണ്ടും ഡിബഞ്ചറും മിക്കവാറും സന്ദർഭങ്ങളിലും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടു വേറെയല്ല, ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്ന രണ്ട് ടേംസ് മാത്രമാണ് ബോണ്ട്സ് എന്നും ഡിബഞ്ചർ എന്നും. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിനെ ബോണ്ടുകളെന്നും, കമ്പനികൾ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെ, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിനെ ഡിബഞ്ചറുകളെന്നും പറയും. ഇത് ഇന്ത്യയിലുള്ള സ്ഥിതിയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിബഞ്ചർ വാല്യുവേഷൻ എന്ന് നമ്മളിവിടെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല ടെക്സ്റ്റ് ബുക്കുകളിൽ അല്ലേ. പ്രത്യേകിച്ച് ഫോറിൻ ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ബോണ്ട് വാല്യുവേഷൻ, ബോണ്ട് ഈൽഡ്, ബോണ്ട് റിട്ടേൺ എന്നൊക്കെയാണ് വരുന്നത് അല്ലേ. എന്താണ് ഇങ്ങനെ ബോണ്ടിനെ കുറിച്ച് പറയുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ടാണോ ഇത് പറയുന്നത്? അല്ല. പരന്താ എല്ലാ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിനെയും ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ബോണ്ട് വാല്യുവേഷൻ അല്ലെങ്കിൽ ബോണ്ട് റിട്ടേൺ, ബോണ്ട് ഈൽഡ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, ടേംസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബോണ്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, US-ൽ, അമേരിക്കയിൽ ബോണ്ട് എന്നുള്ള ടേം ഉപയോഗിക്കുന്നത് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിനെയാണ്. അപ്പം ഇന്ത്യയിൽ നിന്നും വ്യത്യാസമായിട്ട് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു, അവിടെ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെയാണ് ബോണ്ടുകൾ എന്ന് പറയാം. അപ്പോൾ അമേരിക്കയിലുള്ള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് സെക്യൂരിറ്റീസിന് എന്ത് പേര് പറയും? അതിനെ അവർ ഡിബഞ്ചറുകൾ എന്നാണ് പറയുക. അപ്പോൾ ഇന്ത്യയിലുള്ളതിന് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് എവിടെ ഉപയോഗിക്കുന്നത്? അമേരിക്കയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ US-ൽ ഉപയോഗിക്കുന്ന ടേംസാണ് ബോണ്ട്സ്. ഓക്കെ, അപ്പോൾ അവിടെ കമ്പനികൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, ബോറോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബോറോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെന്ത് പറയുന്നു? ബോണ്ടുകളെന്ന് പറയുന്നു. ഇപ്പോൾ ബോണ്ടുകളെ സംബന്ധിക്കുന്ന സ്റ്റഡീസ്, ബോണ്ടിൻ്റെ അനാലിസിസ്, ബോണ്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ബോണ്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും ബോണ്ട് വാല്യുവേഷൻ, ഓക്കെ, ബോണ്ട് പ്രൈസ് തിയറംസ്, ഓക്കെ, അല്ലെങ്കിൽ ബോണ്ട് ഈൽഡ്, അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. പക്ഷേ രണ്ട് രാജ്യങ്ങളിലും ചെറിയ ടെർമിനോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് ബോണ്ടും ഡിബഞ്ചറും തമ്മിൽ. എങ്കിലും ബോണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ബോണ്ട്സ് ആർ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് എന്നുള്ളൊരു കോമൺ അർത്ഥത്തിലാണ് നമ്മൾ എടുക്കാൻ ഇനി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാത്രം എടുക്കരുത്. ബോണ്ട്സ് എന്ന് പറയുന്നത് എന്താ? ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന, ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന, ഒരു ഫിക്സഡ് ആയിട്ടുള്ള മെച്യൂരിറ്റി പീരീഡുള്ള, ഒരു കാലാവധിയുള്ള കടമാണ് കമ്പനികൾ വാങ്ങിച്ചിരിക്കുന്ന കടം അല്ലെങ്കിൽ ഗവൺമെൻറ് വാങ്ങിച്ചിരിക്കുന്ന കടം. അതിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട്സ് ഓർ ഡിബഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടും സിമിലർ ആയിട്ടുള്ള, സിനോണിം ആയിട്ടുള്ള ഒരർത്ഥത്തിലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന പോയിന്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ബോണ്ടുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് ബോണ്ട്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഡിബഞ്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കി പോവാം. പ്രധാനമായിട്ടും ബോണ്ടുകൾക്ക് വരാവുന്ന ഫീച്ചറുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമ്പർ 1, എവറി ബോണ്ട് ഓർ ഡിബഞ്ചർ വിൽ ഹാവ് എ ഫേസ് വാല്യൂ ഓർ എ പാർ വാല്യൂ. ഇപ്പോൾ ഒന്നാമത്തെ ഒരു ഫീച്ചറാണ്. ഒരു ബോണ്ടിന് എന്തുണ്ടാവും? ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പേര് പറയുന്നു? നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചർ, അല്ലെങ്കിൽ പാർ വാല്യൂ ഓഫ് ഡിബഞ്ചർ, അല്ലെങ്കിൽ പാർ വാല്യൂ ഓഫ് ബോണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ, നിങ്ങൾക്ക് അറിയാം. നോമിനൽ വാല്യൂ, പാർ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അറിയാം. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്.
അല്ലേ? ഇതിൽ നിന്നും വ്യത്യാസമായിട്ട് വേറെയും വാല്യൂ ഉണ്ട് അല്ലേ? എന്താണ് ആ വാല്യൂ? മാർക്കറ്റിൽ ചിലപ്പോൾ വേറൊരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് പറയും? മാർക്കറ്റ് വാല്യൂ അല്ലേ? ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വേറൊരു വാല്യൂ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്? ഇഷ്യൂ പ്രൈസ് അല്ലെങ്കിൽ ഇഷ്യൂ വാല്യൂ. ഓക്കെ, റിഡീം ചെയ്യുന്നത് വേറൊരു വിലയ്ക്കായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയും? റിഡീമബിൾ വാല്യൂ. ഓക്കെ, റിഡീമബിൾ പ്രൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലേ, ഇഷ്യൂ ചെയ്തത് ഒരു വിലയ്ക്കായിരിക്കാം, റിഡീം ചെയ്യുന്നത് വേറൊരു വിലയ്ക്കായിരിക്കാം, അതല്ല എങ്കിൽ മാർക്കറ്റിൽ വേറൊരു വിലയായിരിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഡിബഞ്ചറിന് അല്ലെങ്കിൽ ബോണ്ടിന് എന്തുണ്ട്? അതിൻ്റെ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന വില, അതിനെയാണെന്ന് പറയുക ഫേസ് വാല്യൂ. ദ വാല്യൂ വിച്ച് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദി ഫേസ് ഓഫ് എ debenture certificate or face of a bond certificate. So that is called a face value. So every bond will have a face value or a par value. Okay, number 2. What is the second point? Coupon or a yield. Every debenture or a bond will have a coupon rates. എന്താണ് കൂപ്പൺ? എന്താ കൂപ്പൺ? COUPON, കൂപ്പൺ. കൂപ്പൺ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ കൂപ്പൺ റേറ്റ് എന്താ? ഇൻട്രസ്റ്റ് റേറ്റ്സ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ എല്ലാ ഡിബഞ്ചറിനും എന്തുണ്ടാവും അല്ലെങ്കിൽ ബോണ്ടിനും എന്തുണ്ടാവും? ഒരു കൂപ്പൺ റേറ്റ് ഉണ്ടാവും. ക്ലിയർ? അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും അല്ലേ? ഇതെങ്ങനെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും? ഫിക്സഡ് ആയിരിക്കും. മിക്കവാറും എന്തായിരിക്കും? ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഇങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് കാണിക്കുന്നുണ്ട് എന്ത് പറയുന്നു? കൂപ്പൺ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ബോണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് കൂപ്പൺ. ഓക്കെ, അപ്പോൾ ഇനി എല്ലാം നമ്മൾ തുടർന്ന് കൂപ്പൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ബോണ്ടിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ എന്തുകൂടെ പറയാറുണ്ട്? yield from a bond or bond yield. YIELD, bond yield or yield from a bond. ഓക്കെ, yield പെർസെൻറ്റേജ് രൂപത്തിലാണ് സാധാരണ കാണിക്കുക. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഓ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് അതാണ് yield ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ അതും വേറൊരു ഫീച്ചറാണ്. ഏതിൻ്റെ ഫീച്ചറാണ്? ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ടിൻ്റെ ഫീച്ചറാണ്. ഓക്കെ, ഇനി ബോണ്ടിൻ്റെ ഡിബഞ്ചറിൽ അല്ലെങ്കിൽ ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ എങ്ങനെയാണ് കൊടുക്കുക? പല രീതിയിലും കൊടുക്കാറുണ്ട് അല്ലേ? എങ്ങനെയൊക്കെ കൊടുക്കും? ഒന്ന് ആനുവലി കൊടുക്കാം, അല്ലെങ്കിൽ അല്ലേ ഹാഫ് ഇയർലി കൊടുക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർലി കൊടുക്കാം. റയർ കേസസിൽ മന്ത്ലി കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പല രീതിയിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കൂപ്പൺ പേയ്മെൻ്റ് ഉണ്ട്. ശരി, ദെൻ കൂപ്പൺ പേയ്മെൻറ്റ് എങ്ങനെയാണ് കൂപ്പൺ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഏത് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂപ്പൺ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ബോണ്ടിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഡിബഞ്ചറുകളുടെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെ കൂപ്പൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഘടകം ഫേസ് വാല്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ഫേസ് വാല്യൂവിൻ്റെ നിശ്ചിത ശതമാനം ആയിട്ടാണ് കൂപ്പൺ റേറ്റോ ഇൻട്രസ്റ്റ് റേറ്റോ ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫേസ് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരത്? മാർക്കറ്റ് പ്രൈസ്, ഇഷ്യൂ പ്രൈസ്, റിഡംഷൻ പ്രൈസ്, ഇതിനൊന്നും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആവരുത്. ഓക്കെ, ശരി. ദെൻ മൂന്നാമത്തെ ഫീച്ചർ എന്താ? ഫിക്സഡ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി പീരീഡ്. എല്ലാ ബോണ്ടിനും ഡിബഞ്ചറിനും ഒരു നിശ്ചിത മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. എന്താണ് മെച്യൂരിറ്റി? നിങ്ങൾക്കറിയാം അല്ലേ? എൻ്റെ കാലാവധി. ഓക്കെ, ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എത്ര വർഷത്തേക്കാണോ അല്ലേ അതിൻ്റെ ടെന്യുവർ അല്ലേ, കാലയളവ്. ആ കാലയളവിനെയാണെന്ന് പറയുക മെച്യൂരിറ്റി. അപ്പോൾ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്ത ദിവസം ആ തീയതി മുതൽ ഏതോ ഒരു പർട്ടിക്കുലർ തീയതി വരെയായിരിക്കും ബോണ്ടിൻ്റെ വാലിഡിറ്റി. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റീപേ ചെയ്യണം അല്ലേ? ഈ റീപേ ചെയ്യുന്നതിന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താ പേര് പറയുക? റിഡംഷൻ. ഓക്കെ, അപ്പോൾ റിഡംഷൻ ചെയ്യണം, റിഡീം ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു ബോണ്ട് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് വരെയുള്ള പീരീഡിന്, ഇഷ്യൂ ഡേറ്റ് ടു റിഡംഷൻ ഡേറ്റ് വരെയുള്ള പീരീഡ് നമ്മൾ എന്ത് പേര് പറയുന്നു? മെച്യൂരിറ്റി. എങ്ങനെയുള്ള മെച്യൂരിറ്റി ആയിരിക്കും? മിക്കവാറും ഫിക്സഡ് മെച്യൂരിറ്റി. ഓക്കെ,
മിക്കവാറും എല്ലാ ബോണ്ടുകൾക്കും ഡിബഞ്ചറൊക്കെ എന്തുണ്ടാവും, ഫിക്സഡ് ആയിട്ടുള്ള മെച്യൂരിറ്റി ഉണ്ട്. അതല്ലാത്ത ചില കേസസ് വരും റെയർ ആയിട്ട്, അത് നമ്മൾ പിന്നീട് നോക്കാം. ക്ലിയർ? അപ്പോൾ ഫിക്സഡ് മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ. വേറൊരു ഫീച്ചർ, നാലാമത്തെ ഫീച്ചർ എന്താ? എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഈസ് an issuer. Every bond or a debenture will have an issuer. ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനം അല്ലെ, ഇഷ്യൂവർ. ആരാണ് അപ്പോൾ ഇഷ്യൂവർ? എ കമ്പനി ഓർ an organization which issues debenture or bond. ക്ലിയർ? അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവും അല്ലെ. കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ ആരായിരിക്കും ഇഷ്യൂവർ? ജോയിന്റ് സ്റ്റഫ് കമ്പനി തന്നെയായിരിക്കും. ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആരാണ് ഇഷ്യൂവർ? ബാങ്കാണ്. ഗവൺമെൻറ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആരായിരിക്കും ഇഷ്യൂവർ? ഗവൺമെൻറ് ആണ്. ക്ലിയർ? ഇങ്ങനെ നമുക്കെന്ത് പറയാം, ഒരു ഇഷ്യൂവർ ഉണ്ടാവും. ഓക്കെ. നമ്പർ 5 എന്താണ്? അഞ്ചാമത്തെ നോക്കൂ, സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ. എന്താണത്? ക്രെഡിറ്റ് റേറ്റിംഗ്. ഒരു ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചറിന് എന്തുണ്ടാവും? ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടാവാം. ഇപ്പോൾ നേരത്തെ ഒന്നുമില്ല, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നൗഡേയ്സ് ഒരു കമ്പനി അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബോണ്ടോ ഡിബഞ്ചറോ വഴി മാർക്കറ്റിൽ നിന്നും പബ്ലിക്കിൽ നിന്നും പൈസ സ്വരൂപിക്കുകയാണെങ്കിൽ, ക്യാപിറ്റൽ റേസ് ചെയ്യുകയാണെങ്കിൽ, ഡെപ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച്, ഓക്കെ, കമ്പനീസ് ആക്ടിലുള്ള ചില പ്രൊവിഷൻ അനുസരിച്ച് അങ്ങനെയുള്ള കമ്പനികൾ എന്ത് ചെയ്തിരിക്കണം? ഇവിടെ കമ്പനിയെ, ആ ഡിബഞ്ചർ ഇഷ്യൂവിനെ റേറ്റിംഗ് ചെയ്തിരിക്കണം. എന്ത് റേറ്റിംഗ് ആണത്? ക്രെഡിറ്റ് റേറ്റിംഗ്. എന്താ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനിയെ വിലയിരുത്തി ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ക്യാഷ് ഫ്ലോ എബിലിറ്റി, ഓക്കെ, സോൾവൻസി പൊസിഷൻ, ഇതെല്ലാം നോക്കിയിട്ട് ഒരു കമ്പനിക്ക് ഒരു ഡിബഞ്ചറോ ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്ത് കടം വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ? കടം വാങ്ങിച്ചിരിക്കുന്ന എമൗണ്ടിന് പീരിയോഡിക്കലായിട്ട് കറക്റ്റായിട്ട് തെറ്റുകൂടാതെ ഡിഫാൾട്ട് വരുത്താതെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി എന്നെല്ലാം വിലയിരുത്തി അനലൈസ് ചെയ്ത്, ഓക്കെ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് ഒരു റേറ്റിംഗ് നൽകുന്നു, ഒരു റേറ്റ്, ഒരു ഗ്രേഡ് നൽകുന്നു അല്ലേ. നമ്മളൊക്കെ ഗ്രേഡ് കടിച്ചില്ലേ? നിങ്ങളുടെ അക്കാഡമിക് ഗ്രേഡ് പറയില്ലേ? A+, A എന്നൊക്കെ പറയില്ലേ? B, അങ്ങനെ അതുപോലെ ഗ്രേഡിങ് നൽകുന്നു. എങ്ങനെയാണ് ഗ്രേഡിങ് നൽകുക? അപ്പോൾ പല ഏജൻസീസും പല രീതിയിലാണ് നൽകുക അല്ലേ. എന്തൊക്കെയാണ് ഏജൻസീസ് ഉള്ളത് നമുക്കറിയാം അല്ലേ. എന്തൊക്കെയാണ്? ക്രിസിൽ, അതുപോലെ തന്നെ ഇക്ര, കെയർ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ, S&P എന്ന് പറയും. ഓക്കെ, മൂഡീസ് ഇൻ്റർനാഷണൽ, ഫിച്ച് റേറ്റിംഗ്, ഇതൊക്കെ ഇൻ്റർനാഷണൽ ഏജൻസീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റേറ്റിംഗ് ഏജൻസീസ് കമ്പനികൾക്ക് ഗ്രേഡിംഗ് നൽകുന്നു. ഓക്കെ, ഇതിന് റേറ്റിംഗ് എന്നാണ് പറയുക, ക്രെഡിറ്റ് റേറ്റിംഗ് എന്നാണ് പറയുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ AAA, AAA ഇപ്പോൾ ഗുഡ് റേറ്റിംഗ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് അല്ലേ. ഇപ്പോൾ ബി എന്തായിരിക്കും? വളരെ കുറഞ്ഞ ഒരു റേറ്റിംഗ്. സി എന്തായിരിക്കും? അതിനേക്കാളും കുറഞ്ഞതായിരിക്കും അല്ലേ. ഡി ഗ്രേഡൊക്കെ കിട്ടിയ എന്താ? ആ കമ്പനി ഗുണമല്ലാത്ത കമ്പനി, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കമ്പനിയാണെന്ന്. ഇങ്ങനെ ചില ടെർമിനോളജീസ് ഒക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? ഗ്രേഡിങ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് മാൻഡേറ്ററി ആയതുകൊണ്ട് അല്ലേ, ഒരു ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചറുകൾക്ക് എന്തുണ്ടാവും? റേറ്റിംഗ് ഉണ്ടാവാം. ഓക്കെ, ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ റേറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ടൈപ്പായിട്ട് വരുന്നതാണ്, ഇതൊരു ഫീച്ചറായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ചില ഡിബഞ്ചറുകളുടെ അല്ലെങ്കിൽ ബോണ്ടുകളുടെ ഒരു പ്രത്യേകതയാണ് കോളബിലിറ്റി. എന്താ ഈ കോളബിലിറ്റി എന്ന് പറഞ്ഞാൽ? കോൾ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഡിബഞ്ചറൊക്കെ നോക്കുമ്പോൾ കോൾസ് വിളിക്കുക, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കോൾ എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ക്ലിയർ? എന്ത് വിളിക്കുക? ഇവിടെ ഉദ്ദേശിക്കുന്നത് തിരിച്ചു വിളിക്കാനുള്ള കഴിവ്. എന്ത് തിരിച്ചു വിളിക്കുന്നത്? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു ഒരു കമ്പനി, ഓക്കെ, ആ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചറിനെ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആവുന്നതിന് മുമ്പ് തിരിച്ചു വാങ്ങിക്കാൻ, ഓക്കെ, റിഡീം ചെയ്യാൻ ഒരു കമ്പനിക്ക് അവകാശമുണ്ടെങ്കിൽ, റൈറ്റ് ഉണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ റൈറ്റോടുകൂടി അതിന് നമ്മൾ പറയുന്ന പേരാണ് കോൾ ഫീച്ചർ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ ഫോർ കോളിംഗ്, ഓപ്ഷൻ ഫോർ കോളിംഗ് ബാക്ക്. ഓക്കെ, ഇങ്ങനെ ഈ റൈറ്റോടുകൂടി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെന്ത് പറയും നമ്മൾ? കോളബിൾ ഡിബഞ്ചർ, കോളബിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കോളബിലിറ്റി
ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയാം. എല്ലാ ബോണ്ടുകൾക്കോ ഡിബഞ്ചറുകൾക്കോ ഉണ്ടാവില്ല, പക്ഷെ ചില ബോണ്ടുകൾക്കോ ഡിബഞ്ചറുകൾക്കോ ഉള്ളൊരു ഫീച്ചറാണ് എന്ത്, ഇതിൻ്റെ കോളബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 5 വർഷത്തേക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡിബഞ്ചർ ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാമെന്ന് കമ്പനിക്ക് അധികാരം കൊടുത്തിട്ടുണ്ടാകും. ഏതിനനുസരിച്ചിട്ട്? ഇഷ്യൂ സമയത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും? കുറച്ച് ഡിബഞ്ചർ തിരിച്ചു വാങ്ങിക്കും. അവരുടെ കഴിവനുസരിച്ച് ഡിബഞ്ചർ തിരിച്ചു വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ തിരിച്ചു വാങ്ങിക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? ബോണ്ട് തിരിച്ച് കൊടുക്കണം, പൈസ തിരിച്ച് അവർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതിനെയാണ് കോൾ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കോളബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാത്തിനും ഇല്ല, ചില ബോണ്ടുകൾക്ക് മാത്രമേ ഉള്ളൂ. ദെൻ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഒരു ബോണ്ടിൽ നിന്നുള്ള ഈൽഡ് അല്ലെങ്കിൽ വരുമാനം, അല്ലെങ്കിൽ ബോണ്ടിൻ്റെ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ പ്രൈസ്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, ബോണ്ടിൻ്റെ പ്രൈസ്, ബോണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ ഈൽഡ്. ഓക്കെ, അതുപോലെ തന്നെ ബോണ്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ ടേം. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു തിയറം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ 5 തിയറമാണ് പറയുക. തിയറം 1, തിയറം 2, തിയറം 3, തിയറം 4 and 5. ഓക്കെ, ഇങ്ങനെ ഇതിനെ ബോണ്ട് പ്രൈസ് തിയറംസ് എന്നാണ് പറയുക. ഓക്കെ, ഇപ്പം എല്ലാ ഡിബഞ്ചറുകൾക്കും ബോണ്ടുകൾക്കും ഉള്ള വേറൊരു പ്രത്യേകതയാണ് എന്ത്? ബോണ്ടിൻ്റെ പ്രൈസും അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള അതിൻ്റെ വില, ബോണ്ടിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള അതിൻ്റെ ബോണ്ട് വില. ക്ലിയർ? അതുപോലെ തന്നെ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻട്രസ്റ്റ് ഈൽഡ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബോണ്ടുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിലുള്ള ഡെപ്റ്റ് സെക്യൂരിറ്റീസിന് അല്ലെങ്കിൽ ഡെപ്റ്റിന് മാർക്കറ്റിലുള്ള റേറ്റ്, മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെല്ലാം തമ്മിൽ ചില ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ബോണ്ടിൻ്റെ പ്രൈസും മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം, ഓപ്പോസിറ്റായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. നെഗറ്റീവായിട്ടുള്ളൊരു കോറിലേഷനാണുള്ളത്. ക്ലിയർ? അപ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് കൂടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കണം. ക്ലിയർ? അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ബോണ്ടിൻ്റെ പ്രൈസ് കുറഞ്ഞു പോകും. ക്ലിയർ? ഇങ്ങനെ മാർക്കറ്റിലുള്ള പ്രൈസും അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതും ബോണ്ടിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. നമുക്ക് എങ്ങനെ പറയാം? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫീച്ചറായിട്ട് പറയാം. ഇങ്ങനെ പലതരത്തിലുള്ള ഫീച്ചർ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന എന്താ? ബോണ്ടിന് എന്തൊക്കെ ഉണ്ടാവും? ഒരു ഫേസ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള കൂപ്പൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് ഉണ്ടാവും, ഫിക്സഡ് ആയിട്ടുള്ള മെച്യൂരിറ്റി ഉണ്ടാവും. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ഇത് 3 എസെൻഷ്യൽ ഫീച്ചറാണ് അല്ലേ? അതുപോലെ തന്നെ 4മത്തെ ഇഷ്യൂവർ എന്തായാലും ഡെഫിനറ്റ്ലി ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, ബാക്കിയുള്ളത് കോളബിലിറ്റി ചിലപ്പോൾ ചില കേസസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. റേറ്റിംഗ് എല്ലാ സന്ദർഭത്തിലും അത് ആവശ്യമില്ല, ചില കേസസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് എല്ലാ കേസസിലും ഉണ്ടാവാം. മിക്കവാറും ഇതിൻ്റെ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുന്നത് എവിടെ മാത്രമാണ്? മാർക്കറ്റബിൾ ആയിട്ടുള്ള ബോണ്ടൊക്കെ ഉണ്ടാകുമ്പോഴേ ഉണ്ടാവുള്ളൂ. ലിസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ബോണ്ടോ ഡിബഞ്ചറോ ഉണ്ടാകുമ്പോഴേ ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുകൊണ്ട് ഇത് എല്ലാ കേസിലും ഉണ്ടാവുന്നില്ല, പക്ഷേ ചില കേസസിലൊക്കെ വരാവുന്ന ഫീച്ചറാണ്. ശരി, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ബോണ്ട്സ്. ബോണ്ടുകളുടെ ടൈപ്സ് എന്തൊക്കെയാണ് ബോണ്ടിൻ്റെ ടൈപ്പ്? ഓക്കെ, നമ്മൾ ഡിബഞ്ചറിൻ്റെ ടൈപ്പൊക്കെ പഠിച്ചിട്ടില്ലേ അല്ലേ? എന്തൊക്കെയാണ് ഡിബഞ്ചറിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് പറയുക? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? അത് തന്നെ നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. ഓക്കെ, ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചില്ലേ? എന്തായിരുന്നു? ഓൺ ദ ബേസിസ് ഓഫ് റിഡീമബിലിറ്റി അല്ലേ? പറയൂ, എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ. ദാറ്റ് ഈസ് റിഡീമബിൾ ഡിബഞ്ചർ ആൻഡ് ഇറഡീമബിൾ ഡിബഞ്ചർ. അതുപോലെ ബോണ്ട് നമുക്ക് എന്ത് പറയാം? റിഡീമബിൾ ബോണ്ട്സ് ആൻഡ് ഇറഡീമബിൾ ബോണ്ട്സ്. ക്ലിയർ? ഓക്കെ, ദെൻ പിന്നെ എന്താ? ഓൺ ദ ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി അല്ലേ? കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ബോണ്ടുകളുടെ ഡിബഞ്ചറുകളൊക്കെ എങ്ങനെ പറയാം? എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യാം? ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ്. എന്തൊക്കെയാണത്? ഒന്ന് ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ. ക്ലിയർ? ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ അല്ലേ? വരെ നമ്മൾ അബ്രിവേറ്റ് ചെയ്ത് പറയുമ്പോൾ എങ്ങനെ പറയും? FCD. FCD ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ അല്ലേ?
അപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അതാണ് ടൈപ്പാണെന്ത് PCD. എന്താ PCD? അതെ, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ്. എന്താണത്? പാർട്ട്ലി ഓർ പാർഷ്യലി കൺവേർട്ടബിൾ ഡിബഞ്ചർ അല്ലേ? ഓക്കെ. അപ്പോൾ NCD എന്തായിരിക്കും മൂന്നാമത്തെ ടൈപ്പ്? NCD നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ. ഓക്കെ, ഇങ്ങനെ കൺവേർട്ടബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ബോണ്ടുകളെ ഡിബഞ്ചറുകളെ നമ്മൾ പല രീതിയിലും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഇഷ്യൂ സമയത്ത് നോക്കിയാണ് ഒന്നുകൂടെ അത് നോക്കുക. ക്ലിയർ? എങ്കിലും ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത് ചില പ്രത്യേക ടൈപ്പ് ഓഫ് ബോണ്ടുകളെ കുറിച്ചാണ്. ക്ലിയർ? നമ്പർ 1 സീറോ കൂപ്പൺ ബോണ്ട്സ്, ZCB എന്നാണ് പറയുക. എന്താ ZCB? സീറോ കൂപ്പൺ ബോണ്ട്സ് അല്ലേ? കൂപ്പൺ എന്താണെന്ന് നേരത്തെ പഠിച്ചു അല്ലേ? എന്തായിരുന്നു അത്? ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പം സീറോ കൂപ്പൺ എന്താ? സീറോ ഇൻട്രസ്റ്റ്. അങ്ങനെ സീറോ ഇൻട്രസ്റ്റിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാറുണ്ടോ? ഉണ്ട്. ക്ലിയർ? ചില ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് കാണിക്കാറില്ല? ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് കാണിക്കാറില്ല. പിന്നെ എങ്ങനെ ഇഷ്യൂ ചെയ്യും? അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുക, റിട്ടേൺ കിട്ടുക? അങ്ങനെയുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫേസ് വാല്യൂ നിന്നും ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും അത് ഇഷ്യൂ ചെയ്യുക. ഇപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ ചിലപ്പോൾ നമ്മൾ 40 രൂപയ്ക്കായിരിക്കും ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ 60 രൂപയ്ക്കായിരിക്കും ഇഷ്യൂ ചെയ്യുക. ക്ലിയർ? ഇങ്ങനെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു. മെച്യൂരിറ്റി ആകുമ്പോഴോ ഫേസ് വാല്യൂ റിഡീം ചെയ്യും. അപ്പോൾ ബോണ്ട് വാങ്ങിക്കുന്ന ഡിബഞ്ചർ വാങ്ങിക്കുന്ന ഒരാൾക്ക് ഇഷ്യൂ സമയത്ത് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വാങ്ങിക്കാം. റിഡീം ചെയ്യുമ്പോൾ ഫുൾ വാല്യൂ, ഫേസ് വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് വാല്യൂ ഓർ റിഡീമബിൾ വാല്യൂ ആൻഡ് ഇഷ്യൂ പ്രൈസ് അതെന്തായിട്ട് എടുക്കുന്നു? ബോണ്ട് എന്നുള്ള റിട്ടേൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അവിടെ എന്തില്ല? ഇൻട്രസ്റ്റ് റേറ്റ് കാണിക്കുന്നില്ല. ക്ലിയർ? ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കാണിക്കാതെ ഇഷ്യൂ ചെയ്യുന്ന സീറോ കൂപ്പൺ ബോണ്ട്. ക്ലിയർ? ദെൻ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്, DDB വേറൊരു ടൈപ്പാണ്. എന്താ DDB? ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്സ്. ചില ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ സീറോ കൂപ്പൺ ആയിട്ട് തന്നെ ഇഷ്യൂ ചെയ്യും, പക്ഷേ അതിൻ്റെ ഡിസ്കൗണ്ട് ഡീപ്പ് ഡിസ്കൗണ്ട് ആയിട്ട് അല്ലേ? എന്താ ഡീപ്പ് ഡിസ്കൗണ്ട്? നമുക്കറിയാം, വളരെ കൂടുതൽ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യും. ഓക്കെ. എന്താ വളരെ കൂടുതൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോണ്ടിൻ്റെ വാല്യൂ 100 റുപ്പീസാണ്, പക്ഷെ നമ്മൾ ഇഷ്യൂ പ്രൈസായിട്ട് വെച്ചിരിക്കുന്നത് 40 റുപ്പീസാണ്. ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ 100, ഇഷ്യൂ പ്രൈസ് വാങ്ങിക്കുന്ന പൈസ ഇഷ്യൂ ചെയ്തപ്പോഴുള്ള വില 40 രൂപ. അപ്പോൾ 60 രൂപ എന്താ? ഡിസ്കൗണ്ടാണ് അല്ലേ? ഏതാണ് കൂടുതൽ? ഡിസ്കൗണ്ടിനാണ് കൂടുതൽ എമൗണ്ട് അല്ലേ? ഇങ്ങനെ വളരെ കൂടുതൽ എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് ഓഫർ ചെയ്തുകൊണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക അല്ലേ? പക്ഷേ നിങ്ങളുടെ ഡിബഞ്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ ഫോർ ലോങ് ടേം ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ബോണ്ട്സ്. മിക്കവാറും 15 വർഷം, 20 വർഷം അല്ലേ, 25 വർഷമൊക്കെ കാലാവധിയുള്ള ഡിബഞ്ചർ ആയിരിക്കും ഇങ്ങനെ ഇഷ്യൂ ചെയ്യപ്പെടുക. ക്ലിയർ? ഇങ്ങനെ ഒരു ഡിബഞ്ചറിനെ ഒരു ലോങ് പീരീഡിലേക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഡിസ്കൗണ്ടിൽ അല്ലേ, വളരെ ഹയർ ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറഞ്ഞു? ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്സ് എന്ന് പറയും. ഓക്കെ. ദെൻ കൺവേർട്ടിബിൾ ബോണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, കൺവേർട്ടബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതാണ്. അപ്പം എങ്ങനെയൊക്കെ ഉണ്ട് കൺവേർട്ടബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കൺവേർട്ടബിൾ ബോണ്ട്സ് എങ്ങനെയൊക്കെ പറയാം? ഓക്കെ, നേരത്തെ പറഞ്ഞു തന്നെയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. FCD, PCD ആൻഡ് NCD. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ callable and puttable bonds. Okay, callability on the basis of callability. നമുക്ക് ബോണ്ടുകൾ എങ്ങനെ പറയാം? കോളബിൾ എന്നും പറയാം, പുട്ടബിൾ എന്നും പറയാം. ക്ലിയർ? ഓക്കെ. എന്താണ് കോളബിൾ? കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, തിരിച്ചു വിളിക്കുക. ആർക്കാണ് തിരിച്ചു വിളിക്കാനുള്ള റൈറ്റ് ഉള്ളത്? യെസ്, നമ്മൾ നേരത്തെ നോക്കിയല്ലേ, കമ്പനിക്കാണ് തിരിച്ചു വിളിക്കാനുള്ള റൈറ്റ്. ഇങ്ങനെ ഒരു ഇഷ്യൂ ചെയ്ത കമ്പനി തന്നെ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ ശേഷം, അതായത് മെച്യൂരിറ്റി ആകുന്നതിന് മുമ്പ് ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഡിബഞ്ചർ റിഡീം ചെയ്യാനുള്ള അവകാശത്തോടുകൂടി ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഡിബഞ്ചറിനെ എന്ത് പറയുന്നു? കോളബിൾ ഡിബഞ്ചർ. സോ കോളബിൾ ഡിബഞ്ചേഴ്സ് ആർ ദോസ് ഡിബഞ്ചേഴ്സ് wherein the company, the issuing company or the issuer was given the right to call back its debentures before its maturity period. Okay, മെച്യൂരിറ്റി പീരീഡ് ആവുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് വിളിച്ച് റിഡീം ചെയ്യാൻ അതോറിറ്റി അല്ലെങ്കിൽ റൈറ്റ് കൊടുത്തുകൊണ്ടുള്ള ഡിബഞ്ചറിനെ കോളബിൾ. ഇപ്പോൾ പുട്ടബിൾ ഡിബഞ്ചർ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ആർക്കാണ് റൈറ്റ് കിട്ടുന്നത്?
the right is given not to the company, but the right is given to the investor. ഇപ്പം ഇൻവെസ്റ്റർക്ക് റൈറ്റ് കിട്ടുകയാണ്. എന്താ? പുട്ടബിൾ ടു സെൽ ബാക്ക്. ഓക്കെ, പുട്ട് ചെയ്യാവുന്ന എന്താണ്? സെല് ചെയ്യാന്നാണ് അർത്ഥം. ക്ലിയർ? ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? സെൽ ചെയ്യുന്നു. ആര് സെൽ ചെയ്യുന്നു? ഇൻവെസ്റ്റർ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു, തിരിച്ചു വിൽക്കുന്നു. ഏതിനെ? ഡിബഞ്ചറിന്. ക്ലിയർ? എപ്പോൾ? മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ്. അങ്ങനെയുള്ള ഡിബഞ്ചർ എന്ത് പറയും? പുട്ടബിൾ. ക്ലിയർ? ഇപ്പോൾ പുട്ടബിൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോൺസ് എന്താണ്? ആർ ദോസ് ബോൺസ് ഇൻ വിച്ച് the investors gets a right to sell or return the debentures to the issuing company before the maturity period, before the maturity date. Okay, so that is called puttable bond. Okay, next one, foreign bond. The foreign bond, so a foreign bond is a bond that is issued, a kind of debenture or a bond that is issued in a domestic market by a foreign entity. വിദേശത്തുള്ള ഒരു കമ്പനി നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബോണ്ടോ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫോറിൻ ബോണ്ട്സ്. ഓക്കെ, സോ ഫോറിൻ ബോണ്ട്സ് ആർ ദോസ് ബോണ്ട്സ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ ഫോറിൻ എൻറ്റിറ്റി ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ക്ലിയർ? അപ്പോൾ വിദേശത്തുള്ള, ഫോർ എക്സാമ്പിൾ അമേരിക്കയിലുള്ളൊരു കമ്പനിക്ക് ഇന്ത്യൻ റുപ്പീസ് ആവശ്യമാണ്, ഇന്ത്യയിലുള്ള ബിസിനസ്സിന് നടത്തുന്നതിന് വേണ്ടി പൈസ ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? സോ ദേ ഇഷ്യൂസ് എ ഡിബഞ്ചർ ഇൻ ഇന്ത്യ. ക്ലിയർ? ബോൺസ് ഇൻ ഇന്ത്യ. സോ ദാറ്റ് ഈസ് കോൾഡ് ഫോറിൻ ബോൺസ്. ഇൻഡെക്സ് ലിങ്ക്ഡ് ബോൺസ് അടുത്തൊരു ടൈപ്പാണ്. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഇൻഡെക്സ് ലിങ്ക്ഡ് ബോൺസ്. എന്താണ് ഇൻഡെക്സ് ലിങ്ക്ഡ് ബോൺസ്? ഇൻഡെക്സ്, എന്ത് ഇൻഡെക്സ് ആണ്? അപ്പോൾ അവിടെ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം ബോണ്ടിൻ്റെ റിട്ടേൺ, ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മിക്കവാറും എന്താ? ഫിക്സഡ് ആണ് അല്ലേ? ഇപ്പോൾ 6%, 8%, 10% നമ്മൾ ഫിക്സഡ് ആയിട്ട് വയ്ക്കുന്നു വിചാരിക്കുക അല്ലേ? കുറച്ച് വർഷം കഴിഞ്ഞു, 1-2 വർഷം കഴിഞ്ഞു, മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കൂടി, ഇൻഫ്ലേഷനൊക്കെ വളരെ കൂടി, നാണ്യപ്പെരുപ്പൊക്കെ ഉണ്ടായി, പ്രൈസ് ലെവൽസൊക്കെ വളരെ മാറി അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് മതിയാവോ? മതിയാവില്ല അല്ലേ? നമുക്ക് പൈസ, ബോണ്ടിൻ്റെ പൈസ തിരിച്ച് കിട്ടുമ്പോൾ എന്താ കിട്ടുക? ഫേസ് വാല്യൂ മാത്രമായിരിക്കും കിട്ടുക അല്ലേ? അങ്ങനെ തിരിച്ച് കിട്ടുമ്പോൾ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ മാത്രം തിരിച്ചു കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ആ സമയമാകുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും? ഇൻഫ്ലേഷൻ വളരെയധികം കൂടിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസസിൽ ഇൻവെസ്റ്റേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റിനെ എന്ത് ചെയ്യുന്നു? ഫിക്സഡ് ആക്കി വെക്കുന്നതിന് പകരം ഇൻട്രസ്റ്റ് റേറ്റ് എന്തുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാവും? ഇൻഡെക്സുമായി ബന്ധപ്പെട്ട്. എന്ത് ഇൻഡെക്സാണ്? ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? ഇങ്ങനെ നാണ്യപ്പെരുപ്പം അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ടിട്ട്, വില നിലവാരവുമായി ബന്ധപ്പെട്ടിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഇൻഡെക്സുമായി നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്തു, 6% കൂപ്പൺ റേറ്റ് വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ അതിലൊരു ഓപ്ഷൻ ഉണ്ട്, എന്ത്? ഇൻഡെക്സ് ലിങ്ക്ഡ് ആണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ലിങ്ക്ഡ് ആണ്. ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ എക്സാമ്പിൾ 10% വർദ്ധിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? കൂപ്പൺ റേറ്റ് പ്ലസ് ബാക്കിയുള്ള ഡിഫറൻസ് എത്രയാണോ വർദ്ധിച്ചത് അത്രയും ശതമാനം എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നു. ക്ലിയർ? ഇങ്ങനെ ഒരു നിശ്ചിത ശതമാനം എക്സ്ട്രാ ആയിട്ട്, അഡീഷണൽ ആയിട്ട് ഓക്കെ കൊടുത്തുകൊണ്ട് ഇൻഡെക്സുമായി ലിങ്ക് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്യപ്പെടുന്ന ബോണ്ടുകളാണ് എന്ത്? ഇൻഡെക്സ് ലിങ്ക്ഡ് ബോണ്ട്സ്. ഓക്കെ, അപ്പോൾ അതാത് സമയത്തുള്ള റേറ്റ് എന്താണോ അതായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കിട്ടുക. ഇത് നമുക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലോട്ടിംഗ് റേറ്റ്, ഓക്കെ, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഫിക്സഡിന് പകരം ഫ്ലോട്ടിംഗ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ് വൺ? ജങ്ക് ബോണ്ട്. JUNK, ജങ്ക് ബോണ്ട്സ്. എന്താ ജങ്ക് ബോണ്ട്? ജങ്ക് അല്ലേ? നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ചില കമ്പനികൾ അത്ര റെപ്യൂട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ വളരെ വീക്കായിരിക്കും, പക്ഷെ അവർക്ക് പൈസ ആവശ്യമുണ്ട്. ഓക്കെ, ഇങ്ങനെ ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത കമ്പനികൾ, റെപ്യൂട്ടഡ് അല്ലാത്ത കമ്പനികൾ അല്ലേ, അതുപോലെ തന്നെ ഡീഫാൾട്ടൊക്കെ വരുത്താൻ സാധ്യതയുള്ള കമ്പനികൾ, ലിക്വിഡിറ്റി പൊസിഷനും പ്രോഫിറ്റബിലിറ്റി ഒന്നും കാര്യമായിട്ടില്ലാത്ത കമ്പനികൾ, ക്യാഷ് ഫ്ലോ എബിലിറ്റി ഒന്നും ഇല്ലാത്ത കമ്പനികൾ ബോണ്ട് ഇഷ്യൂ ചെയ്യാണ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. ആരെങ്കിലും വാങ്ങിക്കുമോ? എന്താ വാങ്ങിക്കാത്തത്? കാരണം ആ ബോണ്ടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ തിരിച്ചടവ് അല്ലേ, തിരിച്ച് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുമോ എന്ന് ഉറപ്പില്ല. പിന്നെയോ
പീരിയോഡിക്കലി ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂട്ടണം അല്ലേ. അപ്പോൾ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ, നോർമലി മാർക്കറ്റിൽ 10% ഡിബഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു കമ്പനി, മോശമുള്ളൊരു കമ്പനി, ഡീഫാൾട്ട് വരുത്താൻ സാധ്യതയുള്ള കമ്പനി, ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ കുറഞ്ഞ കമ്പനി എന്ത് ചെയ്യുന്നു, 15% 20% ഓഫർ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഓക്കെ 20% എക്സ്ട്രാ കിട്ടുമല്ലോ, അല്ലെങ്കിൽ 10% എക്സ്ട്രാ കിട്ടുമല്ലോ, 20% ആണ് ഇതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, നിക്ഷേപിക്കും. അപ്പോൾ അവർക്ക് പൈസ കിട്ടും. ഇങ്ങനെ ഓക്കെ ഡീഫാൾട്ട് വരുത്താൻ സാധ്യതയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് മോശമായിട്ടുള്ള കമ്പനികൾ ഓക്കെ അവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടായിരിക്കും ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുക. ഓക്കെ അങ്ങനെയുള്ള ഡിബഞ്ചറുകളെ പറയുന്ന പേരാണെന്ത്, ജങ്ക് ബോൺസ്. ഓക്കെ അപ്പോൾ ജങ്ക് ബോൺസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ വേറെ വരാവുന്ന വേറൊരു ഐറ്റമാണെന്ത്, സ്ട്രിപ്സ്. STRIPS, സ്ട്രിപ്സ്. ഓക്കെ എന്താണ് സ്ട്രിപ്പിംഗ്? സോ സ്ട്രിപ്പിംഗ് റെഫേഴ്സ് ടു ദി breaking up of bond into its component, coupon payment and its maturity value. So thus a 10-year bond paying semi-annual coupons would make 21 strips. Okay, each strip is then sold as a zero coupon bond. Okay, that is it pays no interest but is sold at a discount to the payment that will eventually be received. ഓക്കെ ഇങ്ങനെ കമ്പനികൾ ഓക്കെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിനെ ഓക്കെ അതിനെ ആനുവൽ ബേസ്ഡായിട്ട് എന്ത് ചെയ്യുന്നു, ചെറിയ 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 ഘടകങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിന് പറയുന്ന പേരാണെന്ത്, സ്ട്രിപ്പിംഗ് ഓർ സ്ട്രിപ്സ്. ഓക്കെ സോ സ്ട്രിപ്സ് refers to the breaking up of a bond into its component, coupon payment and maturity value. ഒരു ബോണ്ടിൻ്റെ കൂപ്പൺ പേയ്മെൻറ്റും മെച്യൂരിറ്റി വാല്യൂവിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓക്കെ ഒരു ബോണ്ടിൻ്റെ വില, അതുപോലെ തന്നെ ബോണ്ടിനെ നിന്നും കിട്ടുന്ന വരുമാനം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ടോട്ടൽ ആ ബോണ്ടിന് വരാവുന്ന ഓക്കെ റവന്യൂ അതിന് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന റവന്യൂവിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബോണ്ടിൻ്റെ വില നിശ്ചയിക്കുന്നു. ഓക്കെ ഇങ്ങനെ നിശ്ചയിക്കുന്ന വില ഓക്കെ അതിന് ഓരോ വർഷത്തേക്കുമുള്ള വിലയെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഓരോ പീരീഡിലേക്കുള്ള വിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സീറോ കൂപ്പണായിട്ട് അതിനെ ഇഷ്യൂ ചെയ്യുക, ഒരു ബോണ്ടായിട്ട് ഇഷ്യൂ ചെയ്യുക. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനാണ് എന്താ പറയുക, സ്ട്രിപ്സ് അല്ലെങ്കിൽ സ്ട്രിപ്സ് ബോണ്ട് അല്ലെങ്കിൽ സ്ട്രിപ്പിംഗ് ഓഫ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, ജസ്റ്റ് 10-year ബോണ്ട് പേയിങ് സെമി ആനുവൽ കൂപ്പൺ എന്ന് വിചാരിക്കുക. ഒരു 10 വർഷത്തേക്കുള്ളൊരു ബോണ്ട്, സെമി ആനുവൽ, ഹാഫ് ഇയർലി ആണ് പേയ്മെൻറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അതിന് എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട്, 10 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇൻട്രസ്റ്റ് കിട്ടുക, ഹാഫ് ഇയർലി ആയതുകൊണ്ട്. അപ്പോൾ 10 × 2 20 അപ്പോൾ 20 ഇൻസ്റ്റാൾമെൻറ്റിൽ അതിന് റെസീപ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ. പിന്നെ എന്തുകൂടെ കിട്ടും, 21ാമതായിട്ട് എന്തുകൂടെ കിട്ടും, മെച്യൂരിറ്റി വാല്യൂ കൂടെ കിട്ടും. ക്ലിയർ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ബോണ്ടിനെ 21 സ്ട്രിപ്പ് അല്ലെങ്കിൽ 21 ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നു. ആ ഓരോ ഘടകങ്ങളെയും എന്ത് ചെയ്യുന്നു, സീറോ കൂപ്പണായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കാണിക്കാതെ ഇഷ്യൂ ചെയ്യുന്നു, മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഏർപ്പാടിനെ പറയുന്ന പേരാണെന്ത്, സ്ട്രിപ്പിംഗ്. ക്ലിയർ. ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ, PSU ബോണ്ട് വേറൊരു ടൈപ്പാണ്. എന്താ PSU ബോണ്ട്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അപ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള അല്ലേ, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയോ ഒക്കെ ജോയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടോ ഉള്ള ഉടമസ്ഥതയിലുള്ള ബിസിനസ് അണ്ടർടേക്കിങ്സിനെയാണ് നമ്മൾ എന്താ പറയുക, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഇങ്ങനെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെ, ഡിബഞ്ചറുകളെ എന്ത് പറയുന്നു, PSU ബോണ്ട്സ് എന്ന് പറയുന്നു. ഓക്കെ ദെൻ അതുപോലെ തന്നെ അടുത്ത് വരുന്ന ടൈപ്പാണ് എന്ത്, ബോണ്ട്സ് ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, PFI. ഓക്കെ PFI ബോണ്ട് എന്ന് പറയും. എന്താണ് PFI ബോണ്ട്? പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. നമ്മൾ ഇന്ത്യയിൽ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഒട്ടനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്ലിയർ.
മേജറായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള സെക്ടറൽ ഫിനാൻസിങ്ങിനൊക്കെ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവർക്കൊക്കെ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ദേ വിൽ ഇഷ്യൂ ബോണ്ട്സ് ഓർ ഡിബഞ്ചർ. ഓക്കെ, ഇങ്ങനെ അവർ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറുകളെയാണെന്ന് പറയുക PFI ബോണ്ട്. ഓക്കെ, PFI ഡിബഞ്ചർ. സോ ദേ ഇഷ്യൂ ബോണ്ട്സ് ഇൻ 2 ways. 2 തരത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെ? ഒന്ന്, ത്രൂ പബ്ലിക് ഇഷ്യൂ ടാർഗറ്റഡ് അറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും ട്രസ്റ്റുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പബ്ലിക് ഇഷ്യൂ ആയിട്ട് ചെയ്യും. രണ്ടാമത് എന്താണ്? പ്രൈവറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യും. ചില ആളുകൾ, ചില ഇൻവെസ്റ്റേഴ്സിന്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമായിട്ട് ചിലപ്പോൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആയിട്ടും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട്സ്, FRN, FRB എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്താ FRB? ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ്. ഓക്കെ, നോട്ടെന്നോ ബോണ്ടെന്നോ ഡിവഞ്ചറെന്നൊക്കെ പറയാം. എന്താ ഫ്ലോട്ടിംഗ് റേറ്റ്? ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോട്ടിംഗ് ആയിട്ട് വയ്ക്കും. എന്താ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ? വേരിയിങ്, ചേഞ്ചിങ്. ഓക്കെ, ഇപ്പം ചേഞ്ചിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വരിക. എന്താ അതിൻ്റെ അർത്ഥം? ഓരോ വർഷത്തെയും മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് മാറും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്തല്ല? നോട്ട് ഫിക്സഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. ഇപ്പം ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ എന്ത് കാണിക്കില്ല? കൂപ്പൺ റേറ്റ് കാണിക്കില്ല. പകരം എന്തായിട്ടായിരിക്കുക? ഫ്ലോട്ടിംഗ് അറ്റ് ദി മാർക്കറ്റ് റേറ്റ്. അപ്പോൾ മാർക്കറ്റ് റേറ്റ് എന്താ? അപ്പം അതിന് വേണ്ടി ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? സോ ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡിങ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റി ഓർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡിങ് ഇൻ റിപ്പോ റേറ്റ് പ്ലസ് 2%, റിപ്പോ റേറ്റ് പ്ലസ് 1%. ക്ലിയർ? അല്ലെങ്കിൽ ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റിൻ്റെ ഇത്ര ശതമാനം കൂടുതൽ. ഓക്കെ, ഇങ്ങനെ ഒരു റെഫറൻസ് റേറ്റ്, അങ്ങനെ നമ്മൾ പറയുന്ന പേരാണ് റെഫറൻസ് റേറ്റ്. ആ റെഫറൻസ് റേറ്റ് പ്ലസ് നിശ്ചിത ശതമാനം. ക്ലിയർ? ഇത് വെച്ചിട്ട് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയുന്നു? FRB, ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട്സ് എന്നൊക്കെ പറയും. ഓക്കെ, ഇത് മാത്രമാണോ ബോണ്ടിൻ്റെ? അല്ല. എന്തൊക്കെയാണ് പിന്നെ ബോണ്ടിൻ്റെ വേറെയും ടൈപ്പ് എന്തൊക്കെയാ? നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും ECB. ക്ലിയർ? എന്താ ECB? എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് എന്ന് പറയും. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. എന്താണ് ECB എന്ന് പറയുന്നത്? ഒരു ഇന്ത്യൻ കമ്പനി, ക്ലിയർ, അവർക്ക് ഫോറിൻ കറൻസി ആവശ്യമുണ്ട്. ഫോറിനിലെ രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ ബിസിനസ്സിനെ മോഡിഫൈ ചെയ്യാനോ, അല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഫോറിൻ കറൻസിയുടെ ആവശ്യകതകൾ ഫുൾഫിൽ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ക്ലിയർ, അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ എന്ന് പറയുന്നു എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. ഓക്കെ, ECB എന്നാണ് പറയുക. ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിന്. അങ്ങനെ അതനുസരിച്ച് വിത്ത് ദ പെർമിഷൻ എന്ത് ചെയ്യവർ ദേ ക്യാൻ ഗോ ഫോർ ഇഷ്യൂയിങ് ECB. ഓക്കെ, അതുപോലെ തന്നെയാണ് വേറെയും ചിലർ ബോണ്ട് ഉണ്ട്, ഫോറിൻ കറൻസി ബോണ്ട്സ്, ഫോറിൻ കറൻസി ഡിബഞ്ചർ അല്ലെങ്കിൽ ഫോറിൻ കറൻസി ബോണ്ട്സ്. ഓക്കെ, എന്താ ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ഡിബഞ്ചറുകൾ. ക്ലിയർ? ഇത് ഏതുപോലെ തന്നെയാണ്? ECB പോലെ തന്നെയാണ്, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് പോലെ തന്നെയാണ്. എന്ത് ചെയ്യുന്നു? ഫോറിൻ കറൻസിയിലായിരിക്കും അത് കാണിച്ചിട്ടുണ്ടാവുക, അതിൻ്റെ വാല്യൂ. ക്ലിയർ? അപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നതും റേസ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഫോറിൻ കറൻസിയിലാണ്. അപ്പോൾ അതിനെ ഫോറിൻ കറൻസി ബോണ്ട്സ് എന്ന് പറയും. ഫോറിൻ കറൻസി ബോണ്ട്സ് തന്നെ വേറെ തരത്തിലും അറിയപ്പെടാറുണ്ട്. FCCB, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ്. ഇപ്പോൾ ചില ബോണ്ടുകൾ കൺവേർട്ടബിൾ ആയിരിക്കും, മേ ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. ക്ലിയർ? ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ ഓൺ മെച്യൂരിറ്റി. പക്ഷേ അതിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ എന്തായിരിക്കും? ഫോറിൻ കറൻസിയിലായിരിക്കും. സോ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്, പിന്നെ നമ്മൾ എന്താ പറയുക? FCCB. ഓക്കെ, ഇങ്ങനെ ബോണ്ടുകളെ പലതരത്തിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ദെൻ ബോണ്ടിൻ്റെ പ്രധാനപ്പെട്ട ചില ബെനിഫിറ്റ്സിനെ കുറിച്ച് നോക്കാം. അതുകൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലിയർ. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ബോണ്ട്സ്? നമ്പർ 1, ഇൻകം പ്രഡിക്റ്റബിലിറ്റി, അല്ലെ, റെഗുലർ ഇൻകം. ബോണ്ടുകളുടെ ഒരു പ്രത്യേകത എന്താണ്? ഇറ്റ് ഓഫേഴ്സ് റെഗുലർ സ്ട്രീം ഓഫ് ബെനിഫിറ്റ്സ്, റെഗുലർ സ്ട്രീം ഓഫ് ഇൻകം ടു ദി ഇൻവെസ്റ്റർ. അല്ലെ, പീരിയോഡിക്കലായിട്ടൊരു നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അല്ലേ, അപ്പോൾ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ആനുവലിയൊക്കെ കിട്ടുകയെന്ന് വിചാരിക്കാം. അല്ലേ, അതൊരു സ്ഥിരമായിട്ടുള്ള വരുമാനമായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഗുണകരമാണ്, ബെനിഫിഷ്യലാണ്. നമ്പർ 2, സേഫ്റ്റി. അല്ലേ, എന്താണ് സേഫ്റ്റി? കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അല്ലേ, ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ വളരെ റിസ്ക്കിയാണ്. മാർക്കറ്റിലുള്ള റേറ്റ് മാറുന്നതിനനുസരിച്ച്
മാർക്കറ്റിലുള്ള പ്രൈസ് മാറുന്നതിനനുസരിച്ച് അവിടെ വാല്യൂ ചേഞ്ച് ചെയ്യും അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് കുറച്ചുകൂടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം സേഫ്റ്റി ഓഫ് പ്രിൻസിപ്പിൾ വളരെ ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് സേഫർ ദാൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ദെൻ പിന്നെന്താണ് അടുത്തത്? ഡൈവേഴ്സിഫിക്കേഷൻ. ഇതിനെന്തിന് സാധ്യമാണ്? ഡൈവേഴ്സിഫിക്കേഷന് സാധ്യമാണ് അല്ലേ. എങ്ങനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം പലതരത്തിലുള്ള ബോണ്ടുകളുണ്ട് അല്ലേ. കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ജങ്ക് ബോണ്ട്സ് ഉണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഗവൺമെൻറ് ബോണ്ടുകളുണ്ട്. ക്ലിയർ? ഇതിലൊക്കെ നമുക്ക് മിക്സ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി അത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ കുറച്ച് ഇക്വിറ്റി, കുറച്ച് പ്രിഫറൻസ്, കുറച്ച് ബോണ്ട്, ഡിബഞ്ചർ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ് ഓഫേഴ്സ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ലിവറേജ്. ക്ലിയർ? ബോണ്ടിൻ്റെ നമ്മൾ ഒരു സ്ട്രീം ഓഫ് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. ക്ലിയർ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് അല്ലേ കുറയ്ക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അപ്പോൾ വേറൊരു ഫീച്ചർ എന്തായിരിക്കും? നമുക്ക് വേറെ എണ്ണം പറയുകയാണെങ്കിൽ എന്താ? ദാറ്റ് ഈസ് ചോയ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് സോ മെനി ചോയ്സ് അല്ലേ. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എന്താ ഫ്ലെക്സിബിലിറ്റി? ഇൻ ടേംസ് ഓഫ് ചോയ്സ് അല്ലേ. ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ആഗ്രഹം അനുസരിച്ച് ഡിബഞ്ചർ, ബോണ്ടുകളൊക്കെ സെലക്ട് ചെയ്യാം. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി സെലക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ വളരെ റിസ്ക് ഏറ്റെടുക്കാനേ തയ്യാറാവാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഗവൺമെൻറ് ബോണ്ട്സ്. കുറച്ചൊക്കെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? കമ്പനിയുടെ ബോണ്ടുകളിൽ നിക്ഷേപിക്കാം അല്ലേ. വീണ്ടും വളരെ കൂടുതൽ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ജങ്ക് ബോണ്ട്സിലൊക്കെ വേണമെങ്കിൽ നിക്ഷേപിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള മെച്യൂരിറ്റി പീരീഡും ഇൻട്രസ്റ്റ് റേറ്റിലുള്ള വേരിയേഷൻസും ഓക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഡിബഞ്ചറുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് അവൈലബിൾ ആണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ചോയ്സ് അല്ലേ. വേറൊരു പ്രധാനപ്പെട്ട ഫീച്ചർ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തായിരിക്കും? റിസ്ക് ലെസ് ആണ് അല്ലേ. വെൻ കമ്പയർ ടു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി റിസ്ക് ലെസ് അല്ലേ. കുറച്ചുകൂടെ റിസ്ക് കുറവാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. വേണമെങ്കിൽ വേറെ എന്ത് പറയാം? ആറാമത്തെ പോയിൻ്റായിട്ട് ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ലോൺ ഫെസിലിറ്റീസ്. ക്ലിയർ? ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും? അവർ നിക്ഷേപിച്ചിരിക്കുന്ന ഡിബഞ്ചറോ അല്ലേ ബോണ്ടുകളോ അതിനൊക്കെ സെക്യൂരിറ്റീസിനെ പണയപ്പെടുത്തിക്കൊണ്ട് മോർഗേജ് ചെയ്തുകൊണ്ട് അതൊരു കൊളാറ്ററലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ദേ ക്യാൻ ബോറോ മണി. ഓക്കെ, അപ്പോൾ അതും വേറൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് different types of debenture and its benefits. Okay.